എന്താ ഇത്? നിൽക്ക് നിൽക്ക്. എന്താ? ഒരല്പം കൂടി ലജ്ജ വേണം. സുധേ, നീ എന്തിനിങ്ങനെ ലജ്ജിക്കുന്നു? കളഞ്ഞല്ലോ. എനിക്കറിഞ്ഞുകൂടെ ചേട്ടാ. അങ്ങനെ പറയൂ. എനിക്ക് അറിഞ്ഞൂടെ ചേട്ടാന്നു? ഈശ്വരനെ ഓർത്ത് ഞാൻ പറയുന്ന ഒന്ന് അനുസരിക്കും. നല്ലപോലെ ലജ്ജിച്ച് ഞാൻ ചോദിക്കുമ്പോ എനിക്കറിഞ്ഞുകൂടെ ചേട്ടാ എന്ന് മറുപടി പറയും. എങ്ങനെ? സുധേ, നീ എന്താ ഇങ്ങനെ ലജ്ജിക്കുന്നത്? ആര് പറഞ്ഞു എനിക്ക് ലജ്ജയാണെന്ന്? ഒരു എസ്തെറ്റിക് സെൻസ് ഇല്ലാത്ത സാധനം. സുധേ, പ്രേമിച്ച് വിവാഹം കഴിച്ചവളാണെങ്കിൽ പ്രഥമ രാത്രി കിടക്കറയിലേക്ക് കടന്നു വരുന്ന വധു ആപാത ചൂടിൽ ലജ്ജിച്ചു. പ്രഥമ രാത്രി? എന്നങ്ങ് വെച്ചോ. എന്നിട്ടങ്ങ് ലജ്ജിച്ചോ. ലജ്ജിക്കാൻ പറഞ്ഞിട്ട് നിന്ന് ഇളിക്കുന്നോ? ലജ്ജിക്ക്. തലയിലെഴുത്ത്. ഇതാ. കറക്റ്റ്. വെരി ഗുഡ്. പക്ഷെ മനസ്സിൽ ലജ്ജ തോന്നണ്ടേ? വേണ്ട, നീ ലജ്ജ അഭിനയിച്ചാൽ മതി. വാ, ഇവിടെ ഇരിക്കെ. ഇരിക്കാൻ പറയുന്നതിന് മുമ്പ് കിടക്കുന്നോ? അതിന് സമയം ഇനിയുണ്ട്. എണീക്ക്. ഇവിടെ ഇരുന്ന് ലജ്ജിക്ക്. ലജ്ജ. ദമ്പതികളായാൽ എല്ലാം 50-50. പഴവും കഴിച്ചോളൂ. ഇവിടെ കുളി തെറ്റി. അപ്പോഴാ ഒരാൾക്ക് ഫസ്റ്റ് നൈറ്റ്. You mean to say I am going to become a father? ഞാനൊരു അച്ഛനാകാൻ പോകുന്നു. ഒരു സംശയം. My God. സുധേ, ഇത് നേരത്തെ എന്തുകൊണ്ട് പറഞ്ഞില്ല? അതിന് പറയാറാകണ്ടേ? Come on, let us go to a doctor. ഈ രാത്രിയിലോ? അതെ, ഡോക്ടറെ കണ്ട് ഉടനെ കൺഫേം ചെയ്യണം. മാത്രമല്ല, കുഞ്ഞാണാണോ പെണ്ണാണോന്ന് അറിയണം. വേണ്ട, നാളെ രാവിലെ ഡോക്ടറെ കാണാം. You do not know how much excited I am. Just a second. ഹലോ, അകത്ത് മോനാണോ മോളാണോ? ഒരു കള്ളി. സുധേ, വേഗം വരൂ, ഡോക്ടർ കാത്തിരിക്കും. ഒരു കാര്യം, ഡോക്ടറോട് കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊന്നും ചോദിച്ചോളേ. പിന്നെ എനിക്കറിയണ്ടേ? അതൊന്നും പറയാറായിട്ടില്ലെന്നേ. എന്നാലൊരു കാര്യം ചെയ്യാം. ഒറ്റയാണോ ഇരട്ടയാണോ ചോദിക്കാം. ഇങ്ങനെ ഒരാള്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ വേണു. ഗുഡ് മോർണിംഗ്. വെരി ഗ്ലാഡ് ടു മീറ്റ് യു മാഡം. ഇപ്പോഴാണ് എനിക്ക് മിസ്റ്റർ വേണുവിന്റെ വിജയ രഹസ്യം മനസ്സിലായത്. ഇത്ര പങ്ക്ച്വലായി ഭർത്താവിനെ ബിസിനസ് കാര്യങ്ങൾ റെഡിയാക്കാൻ വെരി എഫിഷ്യന്റ് ലേഡീസിനെ സാധിക്കും. മിസ്റ്റർ ലിങ്കൺ, എക്സ്ക്യൂസ് മീ, 1 minute. Why 1 minute? We have 4 minutes more. Thank you. വരൂ. ഐ എം സോറി സുധ, ഞാൻ ഇദ്ദേഹത്തിന് 8 മണിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്തിരുന്നു. ഇന്നലത്തെ വെപ്രാളത്തിനിടയിൽ അതങ്ങ് മറന്നു. എന്താ ചെയ്യാ? ഇവിടെ ഇരിക്കാൻ പറയൂ, അല്ലെങ്കിൽ പോയിട്ട് വരട്ടെ. നോ നോ, ദാറ്റ്സ് നോട്ട് മാനേഴ്സ്. മാത്രമല്ല 2 ലക്ഷം രൂപയുടെ ബിസിനസ്സാണ്. ഒരു കാര്യം ചെയ്യും, ഡ്രൈവറെയും രാമപിള്ളിയും കൂട്ടി ഡോക്ടറെ അടുത്തേക്ക് പോകും. ഞാൻ വരുന്ന വഴിക്ക് വിവരം അറിഞ്ഞോളാം. അത് പറ്റില്ല, ഞാൻ തനിച്ച് പോവില്ല. എന്താ ചെയ്യാ? ഞാൻ ഡോക്ടർക്ക് ഫോൺ ചെയ്ത് 5 മണിക്ക് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാം. ഇഷ്ടം പോലെ ആയിക്കോളൂ. നല്ല കുട്ടിയല്ലേ, ഒരിക്കലത്തേക്ക് ക്ഷമിക്കും. സൂക്ഷ്മ 4:45 ഞാനിവിടെ ഉണ്ടാവും. റെഡി ആയിരിക്കണം. എന്നെയും കാത്ത് വരാൻ നിൽക്കണം. ഓക്കെ? സ്വർണത്തിന്റെ വില വീണ്ടും ഇടിഞ്ഞിരിക്കുന്നു. ഇത് ഇൻഡോ സോവിയറ്റ് കൊളാബറേഷനാ. പല പാർട്ടീസും ട്രൈ ചെയ്യുന്നുണ്ട്. നല്ല ഡീലാ. നമ്മുടെ ജനറൽ മാനേജർക്ക് അവര് നല്ല പരിചയ. ഈ ബിസിനസ് വിടരുതെന്നാണ് എന്റെ അഭിപ്രായം. ഈ ബിസിനസ് നല്ല ബിസിനസ് ഒന്നും വിടണ്ട. ഡെലിഗേറ്റ്സ് എല്ലാം മസ്കറ്റ് ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഐ സി. വൈകിട്ടത്തേക്ക് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ പൊയ്ക്കോളാം. ഓ, രാമപിള്ളേ, എന്തോ 4:45 എത്താന്ന് പറഞ്ഞ ആളിനെ 5 മണിയായിട്ടും കാണുന്നില്ലല്ലോ. ഇപ്പൊ ഡോക്ടർ കാത്തിരിക്കാവും.
ബിസിനസ് കാര്യങ്ങൾക്കിടയിൽപ്പെട്ട് മറന്നുപോയോ എന്തോ. വലിയ മുതലാളി ഇങ്ങനെ തന്നെയാ. ഒന്ന് ഫോൺ ചെയ്ത് നോക്കിയാലോ? ഹലോ ഹലോ, യെസ് മാനേജർ ഹിയർ. അദ്ദേഹം അവിടെ ഉണ്ടോ? അദ്ദേഹം ഓഫീസിൽ നിന്ന് പോയി. എങ്ങോട്ടാണെന്നറിയാമോ? മസ്കറ്റ് ഹോട്ടലിലേക്കാ. അവിടെ റഷ്യൻ ഡെലിഗേറ്റ്സുമായി അല്പം ബിസിനസ് സംസാരിക്കാൻ വേണ്ടി പോയതാ. വൈകുന്നേരം ഓഫീസിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരാന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇത് അത്യാവശ്യ കാര്യമായതുകൊണ്ട് നേരെ അങ്ങോട്ട് പോയതായിരിക്കും. നമ്മുടെ കൊച്ചു മുതലാളി ആളാകെ മാറിയിരിക്കും. ഒരൊറ്റ ബിസിനസ് വിടില്ല, 4 കാശ് അനാവശ്യമായി ചെലവാക്കില്ല. വീട്ടുകാര്യങ്ങൾക്ക് പോലും 2ാം സ്ഥാനമേ ഉള്ളൂ. നമ്മുടെയൊക്കെ നല്ല കാലം പഴയ കണക്കിന് പോയിരുന്നെങ്കിൽ ഈ ഓഫീസ് പൂട്ടിയേനെ. എത്രയൊക്കെ ആയാലും ആ അച്ഛന്റെ മകനല്ലേ. ഡാനഗി ട്രേഡിംഗ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ വേണുഗോപാല മേനോൻ റഷ്യൻ ഡെലിഗേറ്റ്സ്മാര് കോൺഫറൻസിന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ അത്യാവശ്യമായിട്ടൊന്ന് കിട്ടണം. കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. നമ്പർ തന്നാൽ അങ്ങോട്ട് വിളിക്കാൻ പറയാം. കോൺഫറൻസ് ആണത്രേ കോൺഫറൻസ്. 5 മണി മുതൽ ഡോക്ടർ കാത്തിരിക്കുകയാണ്. കോൺഫറൻസും ബിസിനസ്സും മതിയല്ലോ, മനുഷ്യരെ വേണ്ടല്ലോ. അച്ഛന്റെ മകൻ എന്ന് പറഞ്ഞാൽ അസൽ അച്ഛന്റെ മകൻ തന്നെ. കളിയും ചിരിയും ഡാൻസും പാട്ടുമായിട്ട് നടന്നതാണ്. ഇങ്ങനെ ഒരു മാറ്റം വരുമെന്ന് സ്വപ്നത്തിൽ ഈ രാമൻപിള്ള പോലും വിചാരിച്ചതല്ല. എല്ലാം കുഞ്ഞിന്റെ ഭാഗ്യം തന്നെ. ഭാഗ്യം? ഇങ്ങനെ ഒരു ഭാഗ്യമേ എനിക്ക് വേണ്ട. പണം ഉണ്ടാക്കുന്നത് അതിൽ മനുഷ്യരായിട്ട് മൂടാനായിരിക്കും. നീ ഈ പെട്ടിയൊക്കെ എടുത്തോണ്ട് അങ്ങോട്ട് പോകുന്നു? എനിക്കിഷ്ടമുള്ളിടത്തേക്ക്. എന്നെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക്. ഐ എം സോറി സുധ. ആർക്ക് വേണം നിങ്ങളുടെ സോറി? പട്ടിയെ പോലെ എന്നെ ഇവിടെ കാത്തിരുത്തിയിട്ട് ഇഷ്ടമുള്ളിടത്തെല്ലാം പോയി വന്നിട്ട് സോറി പറയുന്നു. സുധേ പ്ലീസ്, എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പറ്റി പോലും ചിന്തയില്ലാത്ത നിങ്ങളുമായി എനിക്കിനി യാതൊരു ബന്ധവും വേണ്ട. നിനക്കറിയില്ല സുധ, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണ്. ഇന്ന് ഞാനവിടെ സമയത്തിന് എത്തിയില്ലായിരുന്നെങ്കിൽ എത്ര ലക്ഷം രൂപയുടെ ബിസിനസ് നഷ്ടപ്പെടുമായിരുന്നു എനിക്കറിയാം. ലക്ഷങ്ങളുടെ മുൻപിൽ സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും വലിച്ചെറിയാൻ നിങ്ങൾക്ക് കഴിയും അല്ലേ? സുധേ, വേണമെങ്കിൽ ലക്ഷങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വിൽക്കാൻ പോലും നിങ്ങൾ മടിക്കില്ല.